ഗുഡ് ഈവനിങ് ഓൾ. തേർഡ് മൊഡ്യൂളിൻ്റെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റിൽ കളക്ഷൻ എന്താണെന്ന് പറഞ്ഞു, കളക്ഷൻ മെത്തേഡ്സ് പറഞ്ഞു, കളക്ഷൻ സിസ്റ്റംസ് പറഞ്ഞു. സോ ഈ കളക്ഷൻ സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യാണ്. സോ ദ അനാലിസിസ് ഓഫ് കളക്ഷൻ സിസ്റ്റമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനുള്ളത്. അനാലിസിസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ടേംസ് അതിൻ്റെ ഡീറ്റെയിലിങ്ങും നമുക്ക് ഡെഫിനിഷനായിട്ട് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പിക്കപ്പാണ്. പി എന്ന നൊട്ടേഷനിലാണ് പിക്കപ്പിനെ മെൻഷൻ ചെയ്യാം. പിക്കപ്പ് എന്നൊരു വാക്ക് തന്നെ അതിൻ്റെ ഒരു മീനിങ് ഉണ്ട് അല്ലേ? നമ്മൾ ലോഡ് ചെയ്യുന്നത് മുതൽ അൺലോഡിങ് ചെയ്യുന്നത് വരെയുള്ള ഒരു ടൈം ഡിപ്പെൻഡൻറ്റിനെയാണ് നമ്മൾ പിക്കപ്പ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മളിവിടെ രണ്ട് കണ്ടെയ്നർ സിസ്റ്റംസ് ആണ് പറഞ്ഞിട്ടത്. ഒന്ന് ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റവും രണ്ടാമത്തത് സ്റ്റേഷനറി കണ്ടെയ്നർ സിസ്റ്റവും. ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റത്തിന് PHCS എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യുക. സോ ഈ ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്, കൺവെൻഷണൽ മോഡും എക്സ്ചേഞ്ച് കണ്ടെയ്നർ മോഡും. സോ കൺവെൻഷണൽ മോഡിലെ PHCS അഥവാ കൺവെൻഷണൽ മോഡിലെ പിക്കപ്പ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ടൈം സ്പെൻഡ് ഡ്രൈവിംഗ് ടു ദ നെക്സ്റ്റ് കണ്ടെയ്നർ ആഫ്റ്റർ എൻ empty container has been deposited, time spent pick up the loaded container and time required to redeposit the container after its contents have been emptied. അതായത് ഒരു കണ്ടെയ്നർ എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടെയ്നർ എംപ്റ്റി ചെയ്ത് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അത് എംപ്റ്റി ചെയ്യുന്നവരെയുള്ള ഒരു ടൈം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മളവിടെ പിക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സ്ചേഞ്ച് മോഡലാണെങ്കിൽ ദ ടൈം റിക്വയർഡ് ഫോർ പിക്കപ്പ് ലോഡഡ് കണ്ടെയ്നർ ആൻഡ് ടു റീഡെപ്പോസിറ്റ് ദ കണ്ടെയ്നർ അറ്റ് ദ നെക്സ്റ്റ് ലൊക്കേഷൻ ആഫ്റ്റർ ഇറ്റ്സ് കണ്ടന്റ് ഹാവ് ബീൻ എംപ്റ്റിഡ്. ലോഡ് ചെയ്ത കണ്ടെയ്നർ ആണെങ്കിൽ അത് പിക്ക് ചെയ്ത് റീഡെപ്പോസിറ്റ് ചെയ്ത കണ്ടെയ്നർ അടുത്ത ലൊക്കേഷനിൽ വെക്കുന്നത് വരെയുള്ള ഒരു ടൈമിംഗ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്ചേഞ്ച് കണ്ടെയ്നർ പിക്കപ്പ് എന്ന് പറയുന്നത്. ഇനി അതൊരു സ്റ്റേഷനറി കണ്ടെയ്നർ സിസ്റ്റത്തിലാണെങ്കിൽ അതിനെ നമ്മൾ നൊട്ടേഷൻ ചെയ്യുക PSCS എന്നാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ടൈം സ്പെൻഡ് ലോഡിംഗ് ദ കളക്ഷൻ ഓഫ് വെഹിക്കിൾ ബിഗിനിങ് വിത്ത് ദ സ്റ്റോപ്പിംഗ് of the vehicle prior to loading the contents of the first container and ending when the contents of the last container to be emptied have been loaded. So here beginning with the stopping of vehicle prior to the loading contents of the first container and ending when the contents of the last container to be emptied. ലാസ്റ്റ് കണ്ടെയ്നർ എംപ്റ്റി ആയത് വരെയുള്ള ടൈം ഇതിനെയാണ് നമ്മളിവിടെ പിക്കപ്പ് എന്ന് പറയുന്നത്. സോ പിക്കപ്പ് ഡെഫിനിഷൻ പറയുന്ന സമയത്ത് രണ്ട് മെത്തേഡിലാണ് വരിക. ഫസ്റ്റ് വൺ ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റം ആൻഡ് സെക്കൻഡ് വൺ സ്റ്റേഷനറി കണ്ടെയ്നർ സിസ്റ്റം. ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ആൻഡ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഹോളാണ്. അതായത് ഹോൾ ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ടൈമിനെയാണ് ഹോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ക്യാൻ ഡിനോട്ടഡ് ആസ് H. ഇത് പറഞ്ഞ പോലെ രണ്ട് സിസ്റ്റത്തിലും രണ്ട് ഡെഫിനിഷനാണ്. ഫോർ എ ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റം, the hole represent the time required to reach the disposal site. Time required to reach the disposal site starting after a container whose contents are to be emptied has been loaded on truck plus the time after leaving the disposal site until the truck arrive at the location where the empty container is to be redeposited. സോ ഹോൾ എന്ന് പറയുന്നത് ടൈം തന്നെയാണ് അല്ലേ. ആ ടൈം റിക്വയർഡ് ഫോർ നമ്മൾ ടൈം ഡിസ്പോസൽ സൈറ്റിൽ റീച്ച് ചെയ്യുന്നത് മുതൽ സ്റ്റാർട്ടിങ് ആഫ്റ്റർ എ കണ്ടെയ്നർ ഹൂസ് കണ്ടെയ്നേഴ്സ് ആർ എംപ്റ്റീഡ് ആൻഡ് ബി ലോഡഡ് ഓൺ ദ ട്രക്ക് പ്ലസ് അതിൻ്റെ കൂടെ എന്തോടെ ആഡ് ചെയ്യണം, ടൈം ആഫ്റ്റർ ലീവിങ് ദ ഡിസ്പോസൽ സൈറ്റ് അണ്ടിൽ ദ ട്രക്ക് അറൈവ് അറ്റ് ദാറ്റ് ലൊക്കേഷൻ വെർ ദ എംപ്റ്റി കണ്ടെയ്നർ ടു ബി റീഡെപ്പോസിറ്റ്. ഈ ഒരു ടോട്ടൽ ടൈമിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി ടൈം സ്പെൻഡ് അറ്റ് ദ ഡിസ്പോസൽ സൈറ്റ്. ഡിസ്പോസൽ സൈറ്റിൽ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യില്ലേ, ആ ഒരു ടൈം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഫോർ എ സ്റ്റേഷനറി കണ്ടെയ്നർ സിസ്റ്റത്തിൻ്റെ കേസിൽ ദ ഹോൾ റെഫേഴ്സ് ടു ദ ടൈം റിക്വയർഡ് ടു റീച്ച് ദ ഡിസ്പോസൽ സൈറ്റ് സ്റ്റാർട്ടിംഗ് ആഫ്റ്റർ ദ ലാസ്റ്റ് കണ്ടെയ്നർ ഓൺ ദ റൂട്ട് ഹാസ് ബീൻ എംപ്റ്റീഡ് ഓർ ദ കളക്ഷൻ വെഹിക്കിൾ ഈസ് ഫിൽഡ് plus
the time after leaving the disposal site until the truck arrived at location of the first container to be emptied on the next location route. സോ നേരത്തെ നമ്മൾ ഒരു ലൊക്കേഷനിലുള്ള കാര്യം എടുക്കുന്നത്, ഇവിടെ നമ്മൾ ഫസ്റ്റും സെക്കൻഡും ലൊക്കേഷനിലെത്തി അവിടെ ഡിസ്പോസൽ ചെയ്യുന്നത് വരെയുള്ള ടോട്ടൽ ടൈമാണ് ഹോൾ എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് അറ്റ് സൈറ്റ്. എസ് എന്നാണ് ഇതിന് നമ്മൾ നൊട്ടേഷൻ ചെയ്യുന്നത്. ഇറ്റ്സ് എ യൂണിറ്റ് ഓപ്പറേഷൻ അറ്റ് സൈറ്റ് എസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ടൈംസ് spent at the disposal site and include the time spent waiting to unload as well as the time spent unloading. നമ്മൾ സൈറ്റിലെത്തി, ആ സൈറ്റിൽ നമ്മൾ ലോഡിങ് ചെയ്തതും അൺലോഡിങ് ചെയ്യാനൊക്കെ ഒരു സമയം എടുക്കുമല്ലോ, ആ ഒരു ടൈമിനെയാണ് നമ്മൾ ഓപ്പറേഷൻ അറ്റ് സൈറ്റ് എന്ന് പറയുന്നത്. ദെൻ ദ ഫോർത്ത് ടൈം ഈസ് ഓഫ് റൂട്ട്, W. ഇറ്റ്സ് ഓൾസോ എ യൂണിറ്റ് ഓപ്പറേഷൻ ഓഫ് റൂട്ട്. It includes all time spent on activity that are non-productive from the point of view at the overall collection operation. ടോട്ടൽ നമ്മളൊരു കളക്ഷൻ ഓപ്പറേഷൻ എടുക്കുന്ന ടൈമിനെയാണ് ഓഫ് റൂട്ട് ടൈം അഥവാ ഓഫ് റൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് നെസസറി ഓഫ് റൂട്ട് ടൈം അല്ലെങ്കിൽ അൺനെസസറി ഓഫ് റൂട്ട് ടൈം. നെസസറി ഓഫ് റൂട്ട് ടൈം എന്ന് പറയുന്നത് ദ ടൈം സ്പെൻഡിങ് checking in and out in the morning and at the end of the day. എല്ലാ ഇൻ ആൻഡ് ഔട്ട്, മോർണിംഗ് മുതൽ ലാസ്റ്റ് ടൈം വരെയുള്ള ഇൻ ആൻഡ് ഔട്ട്, ആ ഒരു മൊത്തം ടൈമിനെ നമുക്ക് പറയാം. ടൈം ലോസ് ഡ്യൂ ടു അൺഅവോയ്ഡബിൾ കൺജഷൻ. ഓൾസോ ടൈം സ്പെൻഡ് ഓൺ ദ എക്യുപ്മെൻറ്റ് റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്. ഇതൊക്കെ നെസസറി ഓഫ് റൂട്ട് ടൈമായിട്ട് പറയാൻ പറ്റും. ദ അൺനെസസറി ഓഫ് റൂട്ട് ടൈം മീൻസ് ടൈം spent up the lunch in excess stated in lunch period. Time spent on taking unauthorized coffee breaks, talks, soft drinks. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അൺനെസസറി ഓഫ് റോഡ് സിസ്റ്റമായിട്ട് പറയാം. സോ അനാലിസിസിൽ നമ്മളിപ്പം അനാലിസിസ് ഓഫ് കളക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ എന്തായിരിക്കും, ഒരു ലോഡിങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അൺലോഡിങ് ഡിസ്പോസൽ സൈറ്റിൽ അൺലോഡിങ് ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സുകളുടെ ടൈമായിരിക്കും നമ്മൾ അനാലിസിസ് ചെയ്യുക. ആ ടൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 4 ടേംസാണ് പിക്കപ്പ്, ഹോൾ, അറ്റ് സൈറ്റ്, ഓഫ് റൂട്ട്. പിക്കപ്പ് P, ഹോൾ H, അറ്റ് സൈറ്റ് S, ഓഫ് റൂട്ട് W. ഈ 4 ടേംസുകൾ നമ്മളിത് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമാണ്. അതേപോലെ കുറച്ച് ടേംസുകൾ കൂടി നമുക്ക് ആവശ്യമുള്ളത് ഒരു അനാലിസിസ് ഓഫ് കളക്ഷൻ സിസ്റ്റം അനാലിസിസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു പ്രോബ്ലം ആയിരിക്കും അല്ലേ. ആ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ കുറച്ച് ടേംസുകൾ നമുക്ക് ആവശ്യമാണ്. സോ അതിൽ ഫസ്റ്റ് വൺ THCS. THCS എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പിക്കപ്പ് HCS എന്ന് പറയുന്നില്ലേ, അതേപോലെ THCS എന്ന് പറയുന്നത് ടൈം പെർ ട്രിപ്പാണ്. അതിൻ്റെ യൂണിറ്റ് ഹവർ പെർ ട്രിപ്പ് ആയിരിക്കും. PHCS pickup time per trip, S at site time per trip, H haul time per trip. H hour per ട്രിപ്പിലായിരിക്കും അതിൻ്റെ നൊട്ടേഷൻ. H എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ഉണ്ട്, A+BX. A ആൻഡ് B ആർ ദ ഹോൾ കോൺസ്റ്റൻസ് ആയിരിക്കും. ഇന്ന ടൈമിലായിരിക്കും ഹോൾ ചെയ്തിട്ടുണ്ടാവുക, ഇന്ന ടൈമിലായിരിക്കും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും. അത് ഇത്ര ഡിസ്റ്റൻസിലാണെന്ന് പറയുന്നതാണ് ഇവിടെ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹോൾ ടൈം കണ്ടുപിടിക്കാൻ A+BX എന്നൊരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യണം. പ്രോബ്ലം വരുമ്പോൾ പറയാവേ. ദെൻ W ഓഫ് റൂട്ട് ഫാക്ടർ. ഇതൊരു ഫ്രാക്ഷനാണ്. ഓഫ് റൂട്ട് ഫാക്ടർ എന്നാണ് W നൊട്ടേഷൻ ചെയ്യുന്നത്. PE ടൈം റിക്വയർഡ് ടു പിക്കപ്പ് ലോഡഡ് കണ്ടെയ്നർ. നമ്മൾ ലോഡഡ് കണ്ടെയ്നറിലേക്ക് പിക്കപ്പ് ചെയ്യാൻ വേണ്ട സമയം. UC ടൈം റിക്വയർഡ് ടു അൺലോഡ് എംപ്റ്റി കണ്ടെയ്നർ. DBC time required to drive between container locations. NT number of trips per day. And H, capital letter H is equal to length of the workday. V, weekly waste generation rate. C, average container size. F, weighted average container utilized factor. C1 number of containers emptied per trip. NP number of container pickup location per trip. TW integer number of trips per vehicle. R compaction ratio. V volume of vehicle. T1 T2 time for garage first container and last container.
VD daily waste generation rate. A, B are the Hall constants. X round trip to Hall distance. So ഇത്രയും ടേംസുകൾ, അതായത് നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്, ആ ഇക്വേഷനിൽ വരുന്ന ടേംസുകളാണ്. ഇത് നിങ്ങൾ പഠിക്കുക തന്നെ നിവർത്തിയുള്ളൂ, നിങ്ങൾ അതിനനുസരിച്ച് അത് ക്യാച്ച് ചെയ്യുക. ഇക്വേഷൻസ്, അതായത് നമ്മൾ പറഞ്ഞു രണ്ട് സിസ്റ്റമാണ് നമുക്കുള്ളത് അല്ലേ, ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റവും സ്റ്റേഷനറി കണ്ടെയ്നർ സിസ്റ്റവും. അപ്പോൾ ഒരു കളക്ഷൻ സിസ്റ്റത്തിൻ്റെ ടൈം പെർ ട്രിപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ THCS, അതായത് ടൈം പെർ ട്രിപ്പ് ഓഫ് ദ ഹോൾ കണ്ടെയ്നർ സിസ്റ്റം ഈസ് ഈക്വൽ ടു PHCS പ്ലസ് S പ്ലസ് H ഡിവൈഡഡ് ബൈ 1/W. PHCS എന്ന് പറഞ്ഞത് പിക്കപ്പ് ടൈമാണ് ഹോൾ കണ്ടെയ്നർ സിസ്റ്റത്തിൻ്റെ. S എന്ന് പറഞ്ഞത് അറ്റ് സൈറ്റ് ആണ്, H ഹോൾ ആണ്, 1 - W എന്ന് പറയുന്നത് ഓഫ് റൂട്ട് ആണ് അല്ലേ. അപ്പം ഓൾറെഡി നമുക്ക് ഈ ഡെഫിനിഷൻസും ഈ ടേംസുകളും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി അതൊരു സ്റ്റേഷനറി കണ്ടെയ്നർ സിസ്റ്റം ആണെങ്കിൽ TSCS എന്ന് പറയുന്നത് PCS പ്ലസ് S പ്ലസ് H ഡിവൈഡഡ് ബൈ 1 - X. അതേപോലെ പിക്കപ്പ് ടൈം പെർ ട്രിപ്പ് ആണെങ്കിൽ, അതായത് PHCS, ഇവിടെ നമുക്ക് PHCS ക്വസ്റ്റ്യനിൽ തന്നാലേ നമുക്കിത് കാണാൻ പറ്റും. സോ PHCS ആദ്യം കാണണമെങ്കിൽ PC പ്ലസ് UC പ്ലസ് DBC, ഇത് ഓരോന്നും എന്താണെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്പർ ഓഫ് ട്രിപ്സ് പെർ വെഹിക്കിൾ പെർ ഡേ ND ഈക്വൽ ടു ഒരു ഇക്വേഷൻ ഉണ്ട്, ടൈം റിക്വയർഡ് പെർ വീക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്പർ ഓഫ് ട്രിപ്പ് പെർ വീക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. സോ നമുക്കൊരു പ്രോബ്ലം അനലൈസ് ചെയ്യാന്ന് പറഞ്ഞൊരു പ്രോബ്ലം തന്നാൽ നമ്മൾ അതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഞാൻ ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇക്വേഷൻസ് ആണിത്. ഇത് നമ്മൾ ബൈഹാർട്ട് പഠിക്കുക തന്നെ വേണം. സോ ഇത്രയുമാണ് അനലൈസിൽ നമുക്ക് പറയാനുള്ളത്. വി ക്യാൻ മൂവ് വിത്ത് എ പ്രോബ്ലം. ഒരു ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലം ആണ്. Solid waste from a new industrial park is to be collected a large container, drop boxes, some of which will be used in conjunction with the stationary compactors. Based on the traffic studies at similar parks, it is estimated that average time to drive from garage to first container T and from the last container T to the garage each day will be 50 minutes and 20 minutes respectively. അതായത് T1 ഉം T2 ഉം കിട്ടി. If the average time required to drive between container is 6 minutes and one-way distance to disposal site is 25 km with the speed limit 88 km per hour, determine the number of containers that can be emptied per day. Determine the number of containers that can be emptied per day based on 8 hours per day. Given details: pick up loaded container and deposited container 0.4 hour per trip, haul constant A equal to 0.016, B equal to 0.011, at site time is 0.133 hour per trip, assume an off-route factor 0.15. അപ്പോൾ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനുള്ളത് നമ്പർ ഓഫ് കണ്ടെയ്നേഴ്സ് ദാറ്റ് ക്യാൻ ബി എംപ്റ്റീഡ് പെർ എ ഡേ അല്ലേ. നമ്പർ ഓഫ് കണ്ടെയ്നേഴ്സ് ദാറ്റ് ക്യാൻ ബി എംപ്റ്റീഡ് പെർ എ ഡേ, ഈ ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ബോക്സിലെ ലാസ്റ്റ് വണ്ണാണിത്. അപ്പോൾ ഇതിൻ്റെ മേലെയുള്ള ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചാലേ നമുക്ക് താഴോട്ട് എത്താൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ്ലി നമുക്ക് പിക്കപ്പ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ തന്ന ഡാറ്റാസുകൾ, അതായത് T1 തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്, 15-20 മിനിറ്റ്സ്, അതേപോലെ 8 അവർ പെർ വീക്കാണ്, അതേപോലെ 0.4 അതായത് പിക്കപ്പ് ലോഡഡ് കണ്ടെയ്നർ എന്ന് പറയുന്നത് 0.4 ഹവർ പെർ വീക്ക് A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്, അത് രണ്ടും ഹോൾ കോൺസ്റ്റൻസ് ആണ്. അതേപോലെ സൈറ്റ് ടൈം തന്നിട്ടുണ്ട്, അതായത് അറ്റ് സൈറ്റ് ടൈം എന്ന് പറയുന്നത് S തന്നിട്ടുണ്ട്, ഓഫ് റൂട്ട് ഫാക്ടർ W തന്നിട്ടുണ്ട്. അപ്പോൾ ആ തന്ന ഡാറ്റാസ് നമ്മളൊന്ന് നോട്ട് ചെയ്തതിന് ശേഷം സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്
പിക്കപ്പ് ടൈം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു ഹോൾ കണ്ടെയ്നർ സിസ്റ്റത്തിൻ്റെ പിക്കപ്പ് ടൈം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഹോൾ കണ്ടെയ്നർ സിസ്റ്റത്തിൻ്റെ പിക്കപ്പ് ടൈമിൻ്റെ ഇക്വേഷൻ പിക്കപ്പ് ടൈം പെർ ട്രിപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം പിക്കപ്പ് ടൈം പെർ ട്രിപ്പ് എന്ന് പറയുന്നത് PHCS ഈക്വൽ ടു PC പ്ലസ് UC പ്ലസ് DBC ആണ്. അതിൽ PC എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, ടൈം റിക്വയർഡ് ടു പിക്കപ്പ് ലോഡഡ് കണ്ടെയ്നറിന് PC എന്നും ടൈം റിക്വയർഡ് ടു അൺലോഡ് empty കണ്ടെയ്നറിനെ നമ്മൾ UC എന്നും വിളിച്ചു. അതേപോലെ ടൈം റിക്വയർഡ് ടു ഡ്രൈവ് ബിറ്റ്വീൻ കണ്ടെയ്നർ ലൊക്കേഷനെ DBC എന്ന് വിളിച്ചു. ഹിയർ ഈ ക്വസ്റ്റ്യൻ്റെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? പിക്കപ്പ് ലോഡഡ് കണ്ടെയ്നർ ആൻഡ് ഡെപ്പോസിറ്റഡ് empty കണ്ടെയ്നർ ഈസ് ഈക്വൽ ടു 0.4 hour പെർ ട്രിപ്പ്. അതായത് PC പ്ലസ് UC വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. PC പ്ലസ് UC ആണ് 0.4 hour പെർ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ നമുക്ക് എന്തും തന്നിട്ടുണ്ട്? if the average time required to drive between the container is 6 minutes എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് DBC എന്ന് പറയുന്നത്. DBC ഈക്വൽ ടു 6 minutes ആണ്. ഇതിനെ നമ്മൾ ഹവർ പെർ ട്രിപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇറ്റ് വിൽ ബി 0.1 hour പെർ ട്രിപ്പ്. സോ ഈ രണ്ട് വാല്യൂസ് നമുക്കിപ്പം ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള വാല്യൂസ് ആണ്. സോ പിക്കപ്പ് ഹിറ്റ് ഹോൾ കണ്ടെയ്നർ സിസ്റ്റം എന്ന് പറയുന്നത് 0.4 പ്ലസ് 0.1 ആണ്. സോ ഇറ്റ് വിൽ ബി 0.5 hour പെർ ട്രിപ്പ്. സോ പിക്കപ്പ് ഓഫ് ഹോൾ കണ്ടെയ്നർ സിസ്റ്റം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ട്രിപ്പ് ടൈം എത്രയാണ്, അതായത് THCS കണ്ടുപിടിക്കാൻ, ടൈം പെർ ട്രിപ്പ് കണ്ടുപിടിക്കാൻ PHCS പ്ലസ് എസ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 1/W ആണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ ആ ഇക്വേഷൻ ഓക്കെ ആണ് അല്ലേ? ആ ഇക്വേഷൻ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം THCS എന്ന് പറയുന്നത് PHCS പ്ലസ് എസ് പ്ലസ് എച്ച് എന്നാണ് നമുക്കിവിടെ ആവശ്യമുള്ളൂ. കാരണം ഡിറ്റർമൈൻ ടൈം പെർ ട്രിപ്പാണ്. സോ ഹോൾ കണ്ടെയ്നർ സിസ്റ്റത്തിൽ നമുക്കിപ്പോൾ ഇത്രയും ഡാറ്റാസ് നമ്മളെടുത്തുള്ള അത് വെച്ച് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ എച്ച് കണ്ടുപിടിക്കാൻ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്ത്? ഹോൾ കോൺസ്റ്റൻറ്റ് എയും ബിയും അല്ലേ? അതേപോലെ ഈ 6 minutesൽ 1 way ഡിസ്റ്റൻസ് ടു ഡിസ്പോസൽ സൈറ്റ് ഈസ് 25 kilometer എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് എക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് അല്ലേ? എക്സ് എത്രയാണെന്നും കിട്ടി? 25 ആണെന്നും കിട്ടി. സോ PHCS 0.5 hour പെർ ട്രിപ്പ്. എസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.133 hour പെർ ട്രിപ്പ്. എച്ച് എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എക്സ്, അതായത് ഇറ്റ് വിൽ ബി 0.016 into 0.016 plus 0.011 into 2 times ഒരു ഡിസ്റ്റൻസ് ആണ് 25, തിരിച്ചും വരുമല്ലോ രണ്ട് ഭാഗത്തേക്കും കൂടി 2 into 25 50 kilometer ഇൻറ്റു 50. എക്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഒരു ഭാഗത്തേക്ക് വൺ സൈഡ് ഡിസ്റ്റൻസ് ആണ് 25 പറഞ്ഞത്. 2 സൈഡ് ആകുമ്പോൾ ഇറ്റ് വിൽ ബി 25 into 25 plus 25 it will be 50. So the THCS will be 0.5 plus 0.133 plus 0.016 plus 0.11 into 50. It will be 1.2 hour per trip. So time per trip കണ്ടുപിടിച്ചു. ഇനി എൻഡ് കാണണം, അതായത് ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ട്രിപ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് പെർ ഡേ. എൻഡ് ഈസ് ഈക്വൽ ടു 1 minus W into H minus T1 plus T2 divided by PHCS plus S plus H. ഇതിലെല്ലാം നമുക്ക് നോണബിൾ ആണല്ലോ. അതായത് ഓഫ് ടൈം എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നമുക്ക് ഗിവൺ ഡാറ്റാസിൽ 50 minutes തന്നിട്ടുണ്ട്. അത് നമ്മൾ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി 0.25 hour. ആൻഡ് T1ഉം T2ഉം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. T1 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 20 minutes. അതിനെ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.033. സോ ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് അറിയുന്നതാണ്. അത് ഇതിൽ പുട്ട് ചെയ്താൽ ND വിൽ ബി 5.06 ട്രിപ്പ് പെർ ഡേ എന്ന് കിട്ടും. ദെൻ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ വർക്ക് ഡേ H എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. അതിന്
h is equal to 7.74 h എന്നൊരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്ത് വാല്യൂസ് പുട്ട് ചെയ്യാണ് വേണ്ടത്. ഇതിനകത്ത് എച്ച് ഓൾറെഡി നമുക്കിപ്പം എന്തിൽ വഴി കിട്ടും? എ പ്ലസ് ബി ഇൻറ്റു എക്സിൽ വഴി കിട്ടും. എൻ ഡി എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? 5.06നെ 5 ട്രിപ്സ് പെർ ഡേ ആയിട്ട് എടുക്കാം. സോ ഇത്രയും കാര്യമാണ് നമുക്കിവിടെ സോൾവ് ചെയ്യാൻ അനലൈസിസിൽ കണ്ടുപിടിക്കാനുള്ളത്. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് ആദ്യം നോട്ട് ചെയ്തു. അത് പ്രകാരം ഡിറ്റർമൈൻ പിക്കപ്പ് ടൈം കണ്ടു, PHCS കണ്ടു. ദെൻ ടൈം പെർ ട്രിപ്പ് THCS കണ്ടു. ദെൻ നമ്പർ ഓഫ് ട്രിപ്പ് ND കണ്ടു. അതിനുശേഷം ആ ND ഒരു നമ്പറിലേക്ക് മാറ്റി 5 ട്രിപ്സ് ആക്കി മാറ്റി. അതേപോലെ ആക്ച്വൽ ലെങ്ത് കാണാൻ h is equal to 7.74 into h എന്നുള്ള ഇക്വേഷനും യൂസ് ചെയ്തു. ഇത്രയുമാണ് ഒരു പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചോദിച്ച് കണ്ടിട്ടില്ല ഇതുവരെ. മേ ബി ചോദിക്കാം. ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്ത സമയത്ത് ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം കണ്ടിട്ടില്ല. മേ ബി ചോദിച്ചാൽ സിലബസിൽ നമുക്ക് പറയുന്നുണ്ട് ഈ ഒരു മോഡലാണുള്ളത്, ഇതിനനുസരിച്ച് ഫോളോ ചെയ്യാം. നെക്സ്റ്റ് വൺ കളക്ഷൻ റൂട്ട്സ് ആണ്. കളക്ഷൻ സിസ്റ്റംസ് കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് കളക്ഷൻ റൂട്ട്സ് ആണ്. കളക്ഷൻ റൂട്ട് എടുക്കുന്നതിന്, അതായത് ലേ ഔട്ട് നമ്മൾ കളക്ഷൻ റൂട്ട്സ് സെലക്ട് ചെയ്യുന്നതിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് കമ്പനി പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റഡ് ടു സച്ച് എ ഐറ്റം ആസ് എ പോയിന്റ് ഓഫ് കളക്ഷൻ ആൻഡ് ഫ്രീക്വൻസി ഓഫ് കളക്ഷൻ മസ്റ്റ് ബി ഐഡൻറ്റിഫൈഡ്. കമ്പനി റൂൾ പ്രകാരം നമുക്ക് എവിടെ നിന്നാണോ കളക്ട് ചെയ്യേണ്ടത്, എവിടെയാണോ വെക്കേണ്ടത്, അതിൻ്റെ ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. സെക്കൻഡ് വൺ എക്സിസ്റ്റിംഗ് സിസ്റ്റം കണ്ടീഷൻസ് സച്ച് എസ് എ ക്രൂ സൈസ്, വെഹിക്കിൾ ടൈപ്സ്, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്തിരിക്കണം. ദെൻ വെനെവർ പോസിബിൾ routes should be laid out so that they begin and end near arterial streets using topographical and physical barriers as route boundaries. നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? എൻഡ് ചെയ്യുന്നത്, ബിഗിൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു കുന്നിൻ്റെ മുകളിലാണോ നമുക്ക് ഡിസ്പോസൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്ട്രീറ്റിൽ നിന്നാണോ നമുക്ക് എടുക്കാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യണം. In hill areas, route should be start at the top of the grade and proceed downhill as the vehicle become loaded. മേലേന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴെ എത്തുമ്പോഴത്തേക്ക് ലോഡാവുന്ന രീതിയിലായിരിക്കണം ട്രക്ക് നമ്മൾ കളക്ഷൻ ചെയ്യേണ്ടത്. റോഡ് ഷുഡ് ബി ലേഡ് ഔട്ട് ദാറ്റ് the last container to be collected on the road is located nearest to the disposal site. നോർമൽ പ്ലേസ് ആണെങ്കിൽ കളക്ട് ചെയ്ത് വന്ന് ലാസ്റ്റ് കളക്ട് ചെയ്യുന്ന സൈറ്റും ഡിസ്പോസൽ സൈറ്റുമായിട്ട് ഡിസ്റ്റൻസ് കുറവുള്ള രീതിയിലാവണം. അല്ലാതെ ആദ്യം തന്നെ ഡിസ്പോസൽ സൈറ്റിൻ്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്ത് വീണ്ടും അതിൻ്റെ അടുത്ത് കളക്ട് ചെയ്ത് അങ്ങനെ ദൂരോട്ട് പോകുന്നതിലും നല്ലത് ദൂരെ നിന്ന് ഡിസ്പോസൽ സൈറ്റിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു രീതിയിൽ പ്ലാൻ ചെയ്യാൻ നോക്കുക. Waste generated at a traffic congested location should be collected as early in a day as possible. ട്രാഫിക് ലൊക്കേഷൻസ് ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് ഒഴിവാക്കുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ടൈമിങ് ഉദ്ദേശിക്കുന്നത്, അതായത് ട്രാഫിക് വരുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിൽ കുറച്ച് മാറിയിട്ട് അല്ലെങ്കിൽ ആ ദിവസം അല്ലാതെ ആ ഒരു രീതിയിലൊക്കെ വേസ്റ്റ് നമ്മൾ ആ ഭാഗത്ത് നിന്ന് കളക്ട് ചെയ്യാൻ നോക്കാം. Sources at which extremely large quantities of waste are generated should be serviced during the first part of the day. അറിയാലോ, നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സർവീസസ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് ചെയ്യാം. Scattered pickup points for small quantities of solid waste are generated. If possible, should be served during one trip or on the same day if receive same collection frequency. കുറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് കളക്ട് ചെയ്യാനുള്ള, അതിനനുസരിച്ച് നമ്മളൊരു ഫ്രീക്വൻസി കീപ്പ് ചെയ്ത് പോകാം. സോ ഇത്രയുമാണ് നമ്മളൊരു ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് കളക്ഷൻ റൂട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈ ലേയിങ് ദ ഔട്ട് ഓഫ് ദ കളക്ഷൻ റൂട്ട്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ മെയിൻ ഫാക്ടേഴ്സ്. Then we want to discuss about the collection routes. നമ്മളിങ്ങനെ ഒരു കളക്ഷൻ റൂട്ട്സിൻ്റെ ലേഔട്ട് ചെയ്യുവാണെങ്കിൽ അതൊരു 4 സ്റ്റെപ്പ്
വൈസ് പ്രോസസ് ആയിട്ടാണ് ചെയ്യുക. The first step will be preparation of the location map showing data and information concerning the waste generation sources. And the second one is data analysis and preparation of information summary tables. And third one is preliminary layout of routes. And the final one is comparison of preliminary routes and the development of balanced routes by trial and error method. So, ഈ ഒരു 4 മെത്തേഡിലാണ് നമ്മളൊരു കളക്ഷൻ റൂട്ട് ലേ ഔട്ട് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പായിട്ടാണ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ലൊക്കേഷൻ മാപ്പ് ഷോയിങ് ഡാറ്റ ഇൻഫർമേഷൻ കൺസേണിങ് ദ വേസ്റ്റ് ജനറേഷൻ സോഴ്സസ്. The map should show collection services, garage locations, disposal or transfer sites, one-way streets, natural barriers, and area of heavy traffic flow. The map should be plotted with the number of containers, collection frequency, and location for each solid waste pickup point. നമ്മൾ ആദ്യം എവിടെയാണോ നമ്മളെ ലൊക്കേഷൻ ഉള്ളത് ആ ലൊക്കേഷനിൽ എവിടെ നിന്നൊക്കെ പിക്ക് ചെയ്യാനുണ്ട്, എവിടെ നമ്മൾ ഡിസ്പോസ് ചെയ്യും, ഇതൊക്കെ ഒരു ലേ ഔട്ട് പോലെ നമ്മൾ ആ ഇൻഫർമേഷൻസ് ഒക്കെ ഒരു മാപ്പിലേക്ക് ആക്കി അങ്ങനെ ഒരു ലൊക്കേഷൻ മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. Second step, data analysis and preparation of information summary tables. For hauled container system, the summarize the number of pickup location and determine the number of container to be collected each day. In stationary container system, the estimate of the quantity of waste collected from pickup location. So, നമ്മൾ ആ തയ്യാറാക്കിയ മാപ്പിൽ നമ്മളിപ്പോൾ ഒരു ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റംസ് ആണെങ്കിൽ എത്ര പിക്കപ്പ് ലൊക്കേഷൻസ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് കണ്ടെയ്നേഴ്സ് വേണം ഒരു ഡേയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ടേബിളാക്കുക. ഇനി അതൊരു സ്റ്റേഷനറി കണ്ടെയ്നർ സിസ്റ്റം ആണെങ്കിൽ എവിടെയൊക്കെ ലൊക്കേഷൻസ് കൊടുക്കണം, എത്ര വേസ്റ്റ് നമുക്കൊരു ദിവസം എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ടേബിളാക്കി വെക്കണം. ദ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിലിമിനറി ലേ ഔട്ട് ഓഫ് റൂട്ട് ആണ്. ദ ലേ ഔട്ട് preliminary collection route starting from the dispatch station. A route should be laid by considering all factors. Through collection routes and scheduled must be developed on the proposal collection program. Efficient routing and rerouting of the collection vehicle decreases the cost by reducing labor extent for collections. Rerouting procedures usually comprise 2 parameters, micro routing and macro routing. പ്രിലിമിനറി ലേ ഔട്ട് എന്ന് പറയുന്നത് ഡിസ്പാച്ച്ഡ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ആ ഒരു റൂട്ടിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടോ അതൊക്കെ കൺസിഡർ ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ട് ലേബർ കോസ്റ്റ് കുറച്ച് വെഹിക്കിൾ കോസ്റ്റ് കുറച്ച് നമുക്ക് വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യാൻ പറ്റണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രിലിമിനറി ലേ ഔട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ലേ ഔട്ട് ചെയ്യുന്നത് 2 മെയിൻ കോമ്പോണൻറ്റ്സ് വെച്ചിട്ടാണ് റൂട്ടിങ് ചെയ്യുന്നത്. മൈക്രോ റൂട്ടിംഗ് എന്നും മാക്രോ റൂട്ടിംഗ് എന്നാണ് അതിന് പറയുന്നത്. Micro routing consists of dividing a total collection area into routes of the size sufficient for one-day collection for a single group. The size as a function of the amount of waste collected per stop. Distance between the stops, loading time, and traffic conditions. Barriers such as railroad, embankment, reverse road, heavy traffic congestion can be divided into route areas. So, ഒരു മാക്രോ റൂട്ടിങ്ങിൽ ഒരു ദിവസം ഒരു സിംഗിൾ ക്രൂവിന് പെട്ടെന്ന് എഫിഷ്യൻ്റ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഷഫിൾ ചെയ്യുന്നു. ഇനി അതൊരു ലാർജ് ഏരിയ ആണെങ്കിൽ ആ മാക്രോ റൂട്ടിംഗ് ഒരു ലാർജ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ മാക്രോ റൂട്ടിംഗ് ഈസ് ദ ബെസ്റ്റ് അക്കോംപ്ലിഷൻ ബൈ ഫസ്റ്റ് ഡിവൈഡിങ് ദ എൻറ്റയർ കമ്മ്യൂണിറ്റി ഇൻ ടു ഡിസ്ട്രിക്ട്സ്. Each district is subsequently divided into routes in ഇൻഡിവിജ്വൽ ക്രൂ. അതായത് വലിയൊരു സ്ഥലത്ത് ഓരോ സെക്ഷനിലേക്ക് നമ്മൾ ഓരോ ക്രൂവിനെ വിട്ട് അവിടെയുള്ള വേസ്റ്റ് എടുപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മാക്രോ റൂട്ടിംഗ് അനാലിസിസ്, മൈക്രോ റൂട്ടിംഗ് വിൽ ബി ഡെസിഗ്നേറ്റഡ് എ സ്പെസിഫിക് പാത്ത് ദാറ്റ് ഈച്ച് ക്രൂ ആൻഡ് കളക്ഷൻ വെഹിക്കിൾ വിൽ ടേക്ക് ഓൺ എ ഗിവൺ ഡേ. Results of micro routing analysis can be used to adjust of micro. അതായത് മൈക്രോ റൂട്ടിംഗ് ആവുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വണ്ടിയും കൊണ്ടുപോയി നമ്മൾ എടുത്തു വരാം. ആ രീതിയിലാണ് മൈക്രോ റൂട്ടിംഗ് വരുന്നത്. വലിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളവിടെ മാക്രോ റൂട്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് കമ്പാരിസൺ ഓഫ് പ്രിലിമിനറി റൂട്ട്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബാലൻസ്ഡ് റൂട്ട്സ് ബൈ ട്രയൽ ആൻഡ് എറർ. പ്രിലിമിനറി കളക്ഷൻ ചെയ്ത്
അവിടെ ലേ ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നു. അതായത് ഈ ഒരു പാത്ത് കണ്ടില്ലേ നിങ്ങൾ, ഇതിലെ ഇങ്ങനെ പോവാം, ആ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് പ്രിലിമിനറി റൂട്ടിനെ കമ്പാരിസൺ ചെയ്തിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി വർക്ക് ലോഡ്